വർക്കല സ്വസ്തിക് ജോഷ്ലം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയ്ക്കെല്ലാം മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാർ, തിരുവാതിര നാളിൽ ജനിച്ച വ്യക്തികൾ ഏത് ദേവനെ ആരാധിക്കുന്നതാണ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക്, ബുദ്ധിക്ക്, ധനത്തിന്, കുടുംബത്തിന്റെ ഐശ്വര്യത്തിന്, ആപത്ത് നിവാരണത്തിന് ഉത്തമമായിട്ടുള്ളത്. ഏത് ക്ഷേത്ര ദർശനമാണ്, ഏത് ഭഗവാനെയാണ് ആരാധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആ നക്ഷത്ര ദേവതയെ തന്നെയാണ് അവർ ആരാധിക്കേണ്ടത്. തിരുവാതിര നാളിന് പറഞ്ഞിരിക്കുന്ന ദേവത ശിവനാണ്. ശിവനാണ് ആ നക്ഷത്രത്തിന് പറഞ്ഞിരിക്കുന്ന ദേവത. ഓരോ നക്ഷത്രം 27 നാളുകാർക്കും ഓരോ ദേവതയെ പറയുന്നുണ്ട്. അതിൽ ആർദ്ര നക്ഷത്രത്തിന്, തിരുവാതിര നാളിന് പറഞ്ഞിരിക്കുന്ന ദേവത ശിവനാണ്. ആ ശിവഭഗവാനെയാണ് അവർ ആരാധിക്കേണ്ടത്. എന്നാൽ തന്നെയും ഏത് ശിവക്ഷേത്രത്തിലാണ് സ്ഥിരമായിട്ട് അവർ ആരാധന നടത്തേണ്ടത്, ദർശനം നടത്തേണ്ടത്? എല്ലാ ദിവസവും, അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിനം, അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു അയനകാലത്തിൽ 6 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ വാർഷികമായിട്ട് ചെന്ന് ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്താൽ അവർക്ക് ഗുണം ലഭിക്കുമെന്ന് ചോദിച്ചാൽ, മധ്യ കേരളത്തിലെ 3 ക്ഷേത്രങ്ങൾ, ശിവന്റെ 3 ക്ഷേത്രങ്ങൾ, ആ 3 ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തുന്ന പക്ഷം തിരുവാതിര നാളുകാർക്ക് അവരുടെ ജാതകവശാലുള്ളത്, നക്ഷത്രവശാലുള്ളത്, കുടുംബ സംബന്ധമായിട്ടുള്ളത്, അല്ലെങ്കിൽ അന്യ ജനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ദുരിതങ്ങൾ എന്തുണ്ടെങ്കിലും അതിനൊരു ശമനം ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് ക്ഷേത്രങ്ങളെന്ന് നോക്കാം. 1, വൈക്കത്ത് മഹാദേവ ക്ഷേത്രം, വൈക്കം പെരുന്തൃക്കോവിൽ എന്ന് പറയാം. 2, ഏറ്റുമാനൂർ അഹോരമൂർത്തി. 3, കടുത്തുരുത്തി. ഈ 3 ശിവക്ഷേത്രങ്ങൾ കോട്ടയം ജില്ലയിലാണ്. ഏകദേശം ഒരേ ഡിസ്റ്റൻസിലാണ്. വൈക്കം ക്ഷേത്രത്തിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഏറ്റുമാനൂരിലേക്കും കടുത്തുരുത്തിയിലേക്കും ഏകദേശം 10 കിലോമീറ്ററിനുള്ളിൽ മാത്രമേ ദൂരമുള്ളൂ. ഏകദേശം ഒരേ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ 3 മഹാശിവ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന ഏത് വ്യക്തിക്കും ഗുണമാണ്, ഐശ്വര്യമാണ്. അതുപോലെ അറിവ് ലഭിക്കും, ശത്രു സംഹാരം ഉണ്ടാവും, ശത്രുതാ ദോഷം മാറും, അതുപോലെ ദാരിദ്ര്യവും മാറും. എന്താണ് ഈ 3 ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഖരൻ എന്ന അസുരൻ, അയാൾ വളരെ വലിയ ശിവഭക്തനായിരിക്കുകയും ശിവനെ ആരാധിക്കുകയും ഉപാസിക്കുകയും ചെയ്യുകയും അയാളുടെ ഭക്തിയിൽ സംതൃപ്തനായിട്ടുള്ള മഹാദേവൻ അദ്ദേഹത്തിന് ലൗകികമായ എല്ലാ സുഖ അനുഗ്രഹങ്ങളും നൽകി അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിന് 3 ശിവലിംഗങ്ങൾ ആരാധിക്കുന്നതിന് വേണ്ടി നൽകുകയും ചെയ്തു. ആ പറഞ്ഞിരിക്കുന്ന ആ ഖരൻ എന്ന അസുരൻ 3 ശിവലിംഗങ്ങളെ 2 കയ്യിലായിട്ടും 1 വായിൽ കടിച്ചു പിടിച്ചും കൊണ്ട് ആകാശമാർഗേന സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ ഈ ശിവലിംഗത്തിന്റെ വലിപ്പവും ഭാരവും കാരണം ഭൂമിയിലിറങ്ങി ആ ശിവലിംഗത്തിൽ ഒന്നിനെ താഴെ വെക്കേണ്ട ഒരു ഘട്ടം വരികയും ചെയ്തു. ആദ്യം അദ്ദേഹം തൻ്റെ വലത് കയ്യിൽ ഉണ്ടായിരുന്ന ശിവലിംഗം ഏത് സ്ഥലത്ത് വെച്ചോ അതാണ് ഇന്നത്തെ വൈക്കം മഹാദേവ ക്ഷേത്രം. തൻ്റെ വലത് കയ്യിലെ ശിവലിംഗത്തിന് വെച്ച സ്ഥലം. അതിനുശേഷം അതിനെ എടുക്കാൻ നോക്കിയപ്പോൾ അതിന് ചലനം എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല, ചലിപ്പിക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥ വരികയും, എന്നാൽ മഹാദേവൻ അവിടെ ഇരിക്കുന്നതായിരിക്കും പൂർണ്ണ തൃപ്തി എന്ന് കരുതി അദ്ദേഹം അതിനെ അവിടെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി അന്വേഷിച്ചു. കളഞ്ഞിട്ട് പോകാനൊക്കത്തില്ല, ഭഗവാൻ തന്ന ശിവലിംഗമാണല്ലോ. ആ സമയത്ത് അവിടെ മഹാജ്ഞാനിയായിട്ടുള്ള വ്യാഘ്രപാത മഹർഷി വരികയും ആ മഹർഷി വര്യനോട് ഇദ്ദേഹം ഈ ശിവലിംഗത്തിനെ ആരാധിക്കണമെന്നും അതിൻ്റെ മഹത്വമെന്നും ശിവഭഗവാന്റെ കയ്യിൽ നിന്ന് തനിക്ക് ലഭിച്ചതാണെന്നും അവിശേഷപ്പെട്ട ശിവലിംഗത്തിന് വേണ്ടതായിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ നടത്തി അതിനെ ആരാധിക്കണമെന്നും ആ ഖരമഹർഷി പറയുകയും ചെയ്തു. എന്ന് മാത്രമല്ല, തൻ്റെ ഇടത് കയ്യിൽ ഉണ്ടായിരുന്ന ശിവലിംഗത്തിനെ ഏറ്റുമാനൂര് പ്രതിഷ്ഠിച്ചു. കടിച്ചു പിടിച്ചിരുന്ന ശിവലിംഗത്തിന് കടുത്തുരുത്തിയിലും പ്രതിഷ്ഠിച്ചു. ഈ പറഞ്ഞിരിക്കുന്ന 3 ശിവലിംഗത്തിനെയും ആരാധിച്ചാൽ എന്താണ് ഫലമെന്ന് വെച്ചാൽ, വൈക്കത്തെ മഹാദേവൻ അന്നദാന പ്രഭുവാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് അന്നം ഏറ്റവും വലുതാണല്ലോ. ഒരിക്കലും വൈക്കത്തെ അന്നദാന പ്രഭുവിനെ ആരാധിക്കുന്ന വ്യക്തിക്ക് അന്നത്തിന് മുട്ടുവരികയില്ല. ഏറ്റുമാനൂർ അഹോരമൂർത്തിയാണ്. സ്ഫുരസ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തരതര രൂപ ചടചട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ബന്ധ എന്നുള്ള അഹോര മന്ത്രം തന്നെ ശ്രദ്ധിക്കൂ. സർവ ചരാചരങ്ങളിലും അടങ്ങിയിരിക്കുന്ന നെഗറ്റീവ് എനർജി ആവാഹിച്ച് കളയാൻ, അല്ലെങ്കിൽ തുറന്നിരിക്കുന്ന തൻ്റെ ആ വായയിലെ അഗ്നിയിൽ സർവ പ്രേത ദുരിത വാക്ക് ദുരിത ദോഷങ്ങളെ ഇല്ലാതാക്കുവാനും ഉള്ള ആ അഹോരമൂർത്തി
ശിവന്റെ 5 മുഖങ്ങളിൽ ഏറ്റവും അഘോരമായ മുഖം അതാണ് ഏറ്റുമാനൂർ. ആ ഏറ്റുമാനൂരുള്ള അഘോരമൂർത്തിയെ ഭജിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ ദുരിതങ്ങൾ വെറും ഭസ്മമായിട്ട് മാറുമെന്ന് മാത്രമല്ല, അന്യരുടെ പ്രേരണ, അന്യരുടെ പ്രവൃത്തിയാൽ തനിക്കുണ്ടാകുന്ന ശത്രു ദുരിതങ്ങളോ അല്ലെങ്കിൽ പ്രേതബാധ ഭൂതാദി ദോഷങ്ങളോ ആഭിചാരാദി ദുഷ്കർമ്മ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും മാറിപ്പോകും. നല്ല അന്നം ലഭിക്കാൻ വൈക്കത്തപ്പനെയും ശത്രു ദുരിതങ്ങളെയും പ്രേതദോഷങ്ങളെയും മാറ്റാൻ ഏറ്റുമാനൂരപ്പനെ ആരാധിക്കാം. പിന്നെ കടുത്തുരുത്തി, ആ ഭഗവാൻ ധ്യാനാവസ്ഥയിലാണ്, നല്ല അറിവ് നൽകും. അദ്ദേഹത്തിന് ചെന്ന് തൊഴുതാൽ തീർച്ചയായിട്ടും ദക്ഷിണാമൂർത്തി ഭാവമായിട്ട് വേണമെങ്കിൽ പറയാം, ധ്യാനനിരതനായിട്ടുള്ള ആ ഭഗവാനെ സ്ഥിരം ഭജിക്കുന്നവന് അറിവ് തനിയെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഈ 3 ശിവലിംഗങ്ങൾ, ഒന്ന് സുഭിക്ഷമായിട്ടുള്ള ലൗകിക സമ്പത്ത് നൽകുന്ന വൈക്കത്തപ്പനും, മറ്റൊന്ന് നമ്മുടെ എല്ലാ ദുരിതങ്ങളും മാറ്റുന്ന ഏറ്റുമാനൂരപ്പനും, പിന്നെ നല്ല അറിവ് നൽകുന്ന കടുത്തുരുത്തിയിൽ മഹാദേവനും. ഈ 3 ഭഗവൽ സാന്നിധ്യങ്ങളെയും ഒരേ ദിവസം തൊഴുന്ന ആളിന്, പ്രത്യേകിച്ചും തിരുവാതിര നാളുകാർക്ക്, അവരുടെ ജീവിതത്തിൽ സമൃദ്ധിയും ഉയർച്ചയും ശത്രുനാശനവും ദുരിതനാശനവും സമ്പൽ സമൃദ്ധിയും വ്യക്തമായിട്ടുള്ള ഗുണപ്പെട്ട അറിവുകളും തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തിരുവാതിര നാളുകാർ എല്ലാ ദിവസവും ഈ ക്ഷേത്രങ്ങൾ ദർശനം നടത്തിയാൽ ഉത്തമം. അത് അസാധ്യമായിരിക്കാം. അങ്ങനെ വരുന്ന പക്ഷം വാരത്തിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ അല്ലാത്ത പക്ഷം ഒരയനത്തിലെങ്കിലും, അയനകാലങ്ങളിൽ 6 മാസത്തിലൊരിക്കലെങ്കിലും ഈ ക്ഷേത്ര ദർശനം നടത്തുക. അതിനും ഒക്കാത്ത വർഷം വാർഷികമായിട്ട് വർഷത്തിലൊരിക്കൽ അവനവൻ്റെ ആ ജന്മനക്ഷത്ര ദിനങ്ങളിലോ പക്കനാളിലോ അല്ലാത്ത വർഷം തിങ്കളാഴ്ചയോ പ്രദോഷ ദിവസമോ വൈക്കത്തപ്പനെയും കടുത്തുരുത്തിയിലപ്പനെയും ഏറ്റുമാനൂരപ്പനെയും ദർശനം നടത്തുന്നത് കൊണ്ട് നക്ഷത്ര ദുരിതങ്ങളും ജാതക ദോഷങ്ങളും മാറ്റി അവരവർക്ക് അവരുടേതായിട്ടുള്ള ഗുണങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. വർക്കല സ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനലിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മറ്റുള്ള വീഡിയോകളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.